അല്ലാത്ത വചനഭാഗം തന്നെ എടുത്തു, അതിന്റെ കണ്ടിന്യൂഷൻ പോലെ. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 27 ഇറങ്ങിയിട്ട് വായിച്ചു. 1 ശമൂവേൽ 2-ാം അധ്യായം 27 പറഞ്ഞിട്ടു. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ പിതൃഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു നിശ്ചയം. എന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ എഫോദ് ധരിപ്പാനും ഞാൻ അവനെ ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് കൊടുത്തു. തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കോണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാളുകൾ ഇതാ വരുന്നു. ഇസ്രായേലിൽ ലഭിപ്പാനുള്ള എല്ലാ നന്മകളുടെയും മധ്യേ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധനുണ്ടാകുകയുമില്ല. നിന്റെ കണ്ണ് ക്ഷയിപ്പാനും നിന്റെ ഹൃദയം വ്യസനിപ്പാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരുത്തനെ എന്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ചു കളയാതെ വെച്ചേക്കും. നിന്റെ ഭവനത്തിലെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ 2 പുത്രന്മാരായ ഹൊഫ്നിക്കും ഫിനഹാസിനും ഭവിപ്പാനിരിക്കുന്നത് നിനക്കൊരു അടയാളമാകും. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ എന്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായൊരു ഭവനം പണിയും. അവൻ എന്റെ അഭിഷിക്തന്റെ മുമ്പാകെ നിത്യം പരിചരിക്കും. നിന്റെ ഭവനത്തിൽ ശേഷിക്കുന്നവനെല്ലാം അവന്റെ അടുക്കൽ വന്ന് ഒരു വെള്ളിക്കാശിനും ഒരു അപ്പത്തിനുമായിട്ട് അവനെ കുമ്പിട്ട് ഒരു കഷ്ണം അപ്പം തിന്മാൻ ഇടവരേണ്ടതിന് എന്നെ ഒരു പുരോഹിതന്റെ വേലയ്ക്ക് ആക്കണമേ എന്ന് അപേക്ഷിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശമൂവേൽ ബാലന് വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളർന്നു എന്നാണ്. ഹാലേലിയ. അപ്പം അതിനുശേഷം ഹാലേലിയ ഒരു ദൈവപുരുഷന് ഏലിയുടെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. അവിടെ അയച്ചിട്ട് ദൈവം ഏലിയോട് പറയുന്ന ഒരു വാക്യം, തിരുനിവാസ് അർപ്പിപ്പാൻ ഞാൻ 29-ാം വാക്യം, തിരുനിവാസ് അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചു എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗങ്ങൾ നിങ്ങളെ തന്നെ കൊഴിപ്പിപ്പാൻ തക്കോണം നീ നിന്റെ പുത്രന്മാർ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? അപ്പൊ ദൈവത്തിന്റെ സന്നിധി അർപ്പിക്കുന്ന അന്നത്തെ കാലത്ത് നമുക്ക് യാഗവും വഴിപാടുകളും വരുന്നത്. ഇന്ന് നമ്മൾ ഓരോ സ്തോത്ര കാഴ്ച പോലും ഹാലേലിയ, ഓരോ ചില്ലി കാശ് പോലും കൊണ്ടിടുന്നത് ഹാലേലിയ ദൈവസന്നിധി ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്നത് ദൈവത്തിന് ഭയങ്കര ബഹുമാനം. അതിന് നമുക്കറിയാം 2 വെള്ളിക്കാശിട്ട വിധവയെ കുറിച്ച് ഹാലേലിയ യേശു കർത്താവ് പറഞ്ഞു നമുക്കറിയാം. ഹാലേലൂയ. അപ്പൊ ദൈവം ഓരോരുത്തരും ഇടുന്ന ഓരോ ചില്ലിക്കാശ് പോലും കാണുന്ന ദൈവമാണ്. ദൈവം അതിന് ഭയങ്കര ബഹുമാനം കൊടുക്കും, റെസ്പെക്ട്. പക്ഷെ അതിനെ ബഹുമാനിക്കാതെ അതിനെ ചവിട്ടിക്കളയുന്ന പോലെ ഹാലേലിയ അങ്ങനെ ഇടുന്നതിന് അങ്ങനെ കൊടുക്കുന്നതിന് ബഹുമാനിക്കാതിരിക്കുന്ന പ്രവർത്തികൾ ദൈവത്തിന് ഇഷ്ടമല്ല. ഹാലേലിയ. അപ്പൊ നിനക്ക് വേണ്ടി എല്ലാം അങ്ങനെ നമുക്ക് ലേവിയർക്ക് വേണ്ടി കൽപ്പിച്ചു കൊടുത്തതൊക്കെ നമുക്കറിയാം. പഴയ നിയമത്തെ അവിടെ വന്നതിന് ശേഷം എല്ലാം ഓരോരുത്തരും കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം ദൈവം കൃത്യമായിട്ട് ഇതെല്ലാം പോരാഞ്ഞിട്ട് ഈ അർപ്പിക്കപ്പെടുന്ന സകലതും ഇവർക്കുള്ളതാണ്. എന്നിട്ടും അല്പസമയം വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിലേന്നും ദൈവത്തിന് കൊടുക്കുന്നതിനെക്കാട്ടി മുമ്പേ അല്ല ദൈവത്തിന്റെ കാര്യങ്ങൾക്കെക്കാട്ടി മുമ്പേ എടുക്കണമെന്ന് വിചാരിച്ച ദുഷ്ട ചിന്തയാണ് അവര് എന്നിട്ട് അതുകൊണ്ട് എന്താ പറ്റുന്നത് വെച്ചാൽ ഇവിടെ പറയുന്നേ എല്ലാ വഴിപാടിന്റെ പ്രധാന ഭാഗങ്ങളും നിങ്ങളെ തന്നെ കൊഴുപ്പാൻ തക്കണം നീ നിന്റെ പുത്രന്മാർ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? മക്കളെ പറഞ്ഞ് അമർത്തിയില്ല. അത് കാരണം എന്താ വെച്ചാൽ അവര് ദൈവത്തെക്കാട്ടി ഉപരിയായിട്ട് മക്കള് ഇമ്പോർട്ടൻസ് ആയി. ചില മിക്കവാറും ഉള്ളവർക്കെല്ലാം മക്കൾ എന്ന വിഗ്രഹമാണ്. മക്കൾ വിഗ്രഹങ്ങളാകരുത്. മക്കളായി തന്നെ നിൽക്കണം. ദൈവത്തെക്കാട്ടി ഉപരിയായിട്ട്
മക്കളുടെ കാര്യങ്ങളുടെ പിന്നാലെ പോകരുത്. ഹല്ലേലൂയ. അവിടെയൊക്കെ ഹല്ലേലൂയ. ആമേൻ. ദൈവം കഴിഞ്ഞിട്ടുള്ള ബാക്കിയല്ല. എന്നിട്ട് പറഞ്ഞേ നിന്റെ എന്നിട്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെന്ന് പറയുന്നത്, നിന്റെ പൗരവും നിന്റെ പ്രതിഫലം എന്റെ സന്നെ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുള്ളത് നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളിച്ചെന്ന് അങ്ങനെ ഒരിക്കലും ആകില്ല. എന്നെ മാനിക്കുന്ന ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്ന ഹല്ലേലൂയ. അവിടെ ദൈവം കൊടുത്തൊരു പ്രോമിസ് ദൈവം അങ്ങ് മാറ്റുക. നമ്മുടെ എല്ലാവരുടെയും ചിന്ത വാഗ്ദത്തം വന്ന് തലയിലോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ നടന്നാലും ഇതെങ്ങനെ നടന്നോളും എന്നൊരു ചിന്ത നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ വാഗ്ദത്തം ചെയ്തവനെ തന്നെ അത് തിരിച്ചെടുക്കാനുള്ള അധികാരം കൂടെ ഉണ്ടെന്ന് മനൊന്ന് പറഞ്ഞു പോകരുത്. കാരണം നമ്മൾ എങ്ങനെ നടന്നാലും വാഗ്ദത്തം പ്രാപിക്കത്തില്ല. നടക്കേണ്ട വഴി നടന്നാൽ മാത്രമേ വാഗ്ദത്തം പ്രാപിക്കത്തുള്ളൂ. പല ആൾക്കാരെയും തെറ്റിദ്ധാരണ ഹാലെ നമ്മൾ പെന്തക്കോസ്തിലേക്ക് വരുമ്പോൾ ഈ പ്രവാചകന്മാരൊക്കെ നോക്കിയിട്ട് പ്രവചനം പറയുമല്ലോ, ഹാലെ നിങ്ങൾ അതാകും ഇന്നതാകും, അതുപോലെ അവിടെ പൂ ഇവിടെ പൂ എന്നൊക്കെ പറയുമ്പോഴത്തെ ആൾക്കാരുടെ വിചാരം ഇത് കേട്ട് കഴിഞ്ഞാൽ രാമേൻ പറഞ്ഞാൽ തീർന്ന പരിപാടി, അതോടുകൂടി നമുക്ക് ഇതൊക്കെ കിട്ടി എന്നാണ് പലരും വിചാരിക്കും. പക്ഷെ കേട്ട് ആമേൻ പറയുമ്പോൾ ഹാലേലിയ ഞാൻ പറയും, ഹാലേലിയ നിങ്ങൾ ഹാലേലിയ ആ വാക്തത്വം ഹാലേലിയ എവിടെയോ കിടക്കുന്നത് എത്തി നോക്കുന്നതേ ആയിട്ടുള്ളൂ. നിങ്ങൾ അതിനകത്ത് നമ്മൾ വചനം കേട്ട് ആമേൻ പറയുന്ന പോലെ തന്നെ വചനം കേട്ട് ആമേൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സദ്യ വിളമ്പുന്ന ഹാലേലിയ ഹോളിന്റെ വാതൊക്കെ ചെന്ന് വാതിൽ തുറന്ന് എത്തി നോക്കുന്ന സ്ഥലം വരെ എത്തിയിട്ടുള്ളൂ. ഹാലേലിയ ആമേ അതിനകത്തേക്ക് വാതിൽ തുറന്ന് അതിനകത്തേക്ക് കയറി അത് അവിടെ അതിൽ പ്രാക്ടിക്കൽ ലൈഫിൽ എന്താ എടുത്ത് കഴിക്കുമ്പോഴേ ഹാലേലിയ അത് പ്രാപിക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വചനം കേട്ട് ആമേൻ പറഞ്ഞാൽ മാത്രം പോരാ, അത് അപ്ലൈ ചെയ്ത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഹാലേലിയ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് വചനത്തിന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുന്ന പറഞ്ഞ പോലെ തന്നെയാണ്. വാഗ്ദത്തം കേട്ട് ആമേൻ പറഞ്ഞാൽ മാത്രം വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകത്തില്ല. അത് ഏറ്റെടുത്താൽ മാത്രം പോരാ, അതിനു വേണ്ടി ഒരുക്കപ്പെട്ട് ഹാലിലെ അതിനായിട്ട് നമ്മൾ ജീവിച്ചു തുടങ്ങി ഹാലെ അത് പ്രാപിച്ചെടുക്കുമ്പോഴേ അത് പൂർത്തീകരണത്തിലേക്ക് എത്തത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഓരോ വാഗ്ദത്തം നമ്മുടെ മേൽ വീഴുമ്പോൾ നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തം നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുക ചെയ്യുന്നത്. ഹാലേലൂയ. ഇവിടെ അവിടെ എന്നിട്ട് അത് മക്കളെ ആരെക്കാട്ടി കൂടുതൽ ദൈവത്തെക്കാട്ടി കൂടുതൽ ഹാലേലൂയ ബഹുമാനം അല്ലെങ്കിൽ സ്നേഹിച്ചത് കൊണ്ടാണ് അവിടെ എനിക്ക് പറ്റിയത്. അപ്പൊ അവിടെ പറയുന്നത് എന്നെ മാനിക്കുന്നത് ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നത് എന്നല്ല നമ്മുടെ മെസ്സേജിനെ ഹെഡിങ് ഇട്ട് അങ്ങനെ. പക്ഷെ ഇന്നലെ ഈ ഭാഗത്തേക്ക് വന്നില്ലെങ്കിൽ പോലും അങ്ങനെ തന്നെ ഇട്ടത് എന്നെ ദൈവത്തെ എപ്പോഴും മാനിക്കുന്നതിന് ദൈവം മാനിക്കും. ദൈവത്തെ നിന്ദിക്കുന്നതിനെ ദൈവം നിന്ദിക്കും. ഹാലേലി അത് എങ്ങനെയൊക്കെ നിന്ദിക്കുക വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണിൽ എപ്പോഴും സാമ്പത്തിക നന്മകൾ മാത്രമാണ് കാണുന്നത്. സാമ്പത്തിക നന്മകൾ മാത്രമല്ല ദൈവസന്നിധിയിൽ ഹാലേലി ദൈവത്തിന്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ അനുഗ്രഹത്തിനകത്ത് ആത്മീയമായി ഭൗതികമായി ശാരീരികമായി മാനസികമായി സകല അനുഗ്രഹം നമ്മുടെ ഈ ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ 4 വർഷം മുമ്പ് ദൈവം തന്ന ഹാലേലൂയ ഡിവൈൻ പീസ്, ഡിവൈൻ ഹെൽത്ത്, ഡിവൈൻ വെൽത്ത് ഓർമ്മയുണ്ടാർക്കെങ്കിലും? ഹല്ലേലൂയ ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഹാലേലൂയ ഡിവൈൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഹാലേലൂയ ആത്മാവിലും ഒരുപോലെ സൗഖ്യം ലഭിക്കുന്ന അവസ്ഥയാണ് ഡിവൈൻ ഹെൽത്ത്. ഹാലേലൂയ. അങ്ങനെ ഡിവൈൻ ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹാലേലൂയ എന്ത് വരും എന്ന് വെച്ചാൽ ഡിവൈൻ വെൽത്ത് വരും. വെൽത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലേലൂയ ദൈവത്തിന്റെ ഹാലേലൂയ നമ്മുടെ അനുഗ്രഹമാണ്. ദൈവം തരുന്ന വെൽത്ത് എന്ന് വെച്ചാൽ സമ്പത്ത്, നല്ല ആരോഗ്യമുള്ള ശരീരം സമ്പത്താണ്, ആരോഗ്യമുള്ളൊരു മനസ്സ് സമ്പത്താണ്, ആരോഗ്യമുള്ളൊരു ജീവിതം സമ്പത്താണ്. ഇതൊക്കെ ഡിവൈൻ വെൽത്ത്. അപ്പൊ ഇങ്ങനെ ഉള്ളവർക്കാണ് ഡിവൈൻ പീസ് വരുമെന്ന് പറയും. എന്താ ആത്മീയമായും ശാരീരികമായും മാനസികം നമ്മൾ എപ്പോഴും സമാധാനത്തിൽ നടക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. ഇത് 3 പ്രോമിസാണ് അന്ന് ദൈവം നമുക്ക് തന്നത്. ഇതിലേക്ക് ഇപ്പോഴും പൂർണ്ണമായി നമ്മൾ എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അതിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്ന പോലെയാണ്. ഹല്ലേലൂയ. അവിടെ ആണ്. അപ്പൊ ദൈവത്തിനെ മാനിക്കുന്നതിന് ദൈവം മാനിക്കും. എന്നിട്ട് അവിടെ പറഞ്ഞ അതിന്റെ പുറത്ത് ഒരു നാളൊരു വൃദ്ധൻ ഉണ്ടാവില്ല. ഇന്നലെ നമ്മൾ കഴിഞ്ഞ നമ്മൾ 91 സങ്കീർത്തനം വായിച്ചപ്പോൾ പഠിച്ചായിരുന്നു. ഹല്ലേലൂയ. ഞാനൊരു ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. അപ്പം ദൈവത്തിനോട് പറ്റിയിരിക്കുന്നവര് ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവര് ദൈവത്തിന്റെ കൂടെ നടക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസാണ് ദീർഘായുസെങ്കിൽ ദൈവത്തിന്റെ അനുസരിക്കാതെ ദൈവത്തെക്കാട്ടി മറ്റു പലതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുന്നവരോട് പറയാണ് എന്താ പറയാ, ഇവിടെ നിന്റെ പുറത്ത് ഒരു നാല് വൃദ്ധം എന്ന് വെച്ചാൽ ചെറുപ്പത്തെ തന്നെ ദീർഘായുസ് നിനക്ക് ലഭിക്കത്തില്ല, വാർദ്ധക്യം നീ കാണത്തില്ല. ഹല്ലേലൂയ.
ആമേൻ, സ്തോത്രം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം ആമേൻ ദീർഘായുസ്സോടെ നിങ്ങളിരിക്കും. നിങ്ങൾ മക്കളെയും മക്കളുടെ മക്കളെയും കാണും. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് ഉണ്ടാകുന്ന വെച്ചാൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോമിസുകളൊക്കെ. അടുത്തവർ എന്നാൽ എന്റെ പ്രസാദവും ഹിതം അനുഷ്ഠിക്കുന്ന വിശ്വസ്ത പുരോഹിതൻ ഞാൻ എഴുന്നേൽപ്പിക്കും. അവരെ ഞാൻ സ്ഥിരമായ ഒരു ഭവനം പടിയും. അവരെന്റെ അഭിഷേകത്തിന്റെ മുൻപാകെ നിത്യം പരിചരിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് ദൈവം എഴുന്നേൽപ്പിക്കുന്നവര് അവിടെ പറഞ്ഞ വിശ്വസ്ത പുരോഹിതനെ. അപ്പൊ ദൈവത്തിന് വേണ്ടുന്ന ആരെ? പുരോഹിതനെ അല്ല വേണ്ടുന്നത്, വിശ്വസ്ത പുരോഹിതനെ ദൈവത്തിന് വേണ്ടുന്നത്. അത് ദൈവം എഴുന്നേൽക്കുക. എന്നിട്ട് അവരുടെ തലമുറ അവിടെ സ്ഥിരമായൊരു ഭവനം പടിയും. ഹാലേലിയ. അപ്പൊ ഒരു മനുഷ്യൻ, ദാവീദിന്റെ മക്കൻ ഒരു മനുഷ്യൻ വിശ്വസ്തനായിരുന്നപ്പം ഹാലേലിയ അവന്റെ പേരും അവന്റെ നാമത്തിനും ദൈവം ഇന്നും ഓർക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഞാൻ വിശ്വസ്തനായ ഒരു പുരോഹിതൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പുരോഹിതരാണ്. രാജകീയ പുരോഹിത വർഗമായ. അപ്പൊ നമ്മൾ ഉണ്ടാകേണ്ട ഒരു കാര്യം വിശ്വസ്തത. താഴേക്ക് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേന് ശമൂവേൽ ഏലി അത് വായിക്കാം സിസ്റ്റർ, കുറച്ചുകൂടെ ഒന്ന് വായിക്കട്ടെ, എന്നിട്ട് ബാക്കിയാണ് 3-ാം അധ്യായം ഒന്നുകൂടെ കേട്ട്. ശമൂവേൽ ഏലിയുടെ മുമ്പാകെയൊക്കെ ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. അക്കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്നവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെ ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവൻ അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമൂവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനി നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രയേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെ കുറിച്ച് അറിയിച്ചതൊക്കെ ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായകൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. പിന്നെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. ഇവിടെ ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പായി യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായ ദർശനം ഏറെ ഇല്ലായിരുന്നു. എന്താ കാര്യം എന്നറിയാം? വചനം ദുർലഭമായ ദർശനം ഏറെ ഇല്ലായിരുന്നു. കാരണം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തപ്പെടും, നിവർത്തിക്കണം. അതനുസരിക്കാത്തവരോട് ദൈവം സംസാരിക്കത്തില്ല. നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചാൽ ദൈവം എന്തുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കാത്ത വെച്ചാൽ, സംസാരിച്ചാലും നമ്മൾ ചെയ്യത്തില്ലെന്നുണ്ടെങ്കിൽ ദൈവം സംസാരിക്കത്തില്ല. ഇവിടെ പറയുന്ന അതൊരു ദർശനം. ഹാലേലുയ. കണ്ണ് മങ്ങിപ്പോയി കാണാൻ കഴിയുന്നില്ലെങ്കിൽ കൊടുത്തിട്ട് കാര്യമില്ല, വേണ്ട രീതിയിൽ കാണത്തുമില്ല. ഹാലേലുയ. ഇത് രണ്ടും അവിടെ നിന്ന് സംഭവിച്ചു. കാരണം വെച്ചാൽ അത് വലിയൊരു നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ വിഷയം വരുന്നത് എപ്പോഴാണ്? നമ്മൾ ദൈവത്തോട് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ആലോചിച്ച് വയ്ക്കുമ്പോൾ ദൈവം മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഭയങ്കര സങ്കടം നമുക്ക്. എന്നെ സംബന്ധിച്ച് ഭയങ്കര സങ്കടം. കാരണം എന്റെ ജീവിതത്തിൽ ദൈവം ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല, ദൈവം സംസാരിച്ചാൽ മതി. ഹല്ലേലൂയ. ഇത് കേൾക്കുന്നുണ്ടെന്നോ നമ്മളെ കുറിച്ചുള്ള കാര്യം ഇടയ്ക്ക് ദൈവം സംസാരിക്കാതിരിക്കട്ടെ. കുറെ ദിവസങ്ങളൊക്കെ നമ്മളോട് ദൈവം സംസാരിക്കുന്നില്ലെങ്കിൽ, ദൈവം അതുപോലെ നമുക്ക് ദർശനങ്ങളൊന്നും തരുന്നില്ലെങ്കിൽ, വെളിപ്പാടൊന്നും തരുന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് രണ്ടും ഇല്ലാത്ത കാലമൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഹാലേലൂയ. ഇതില്ലാതെ നമുക്ക് മുൻപോട്ടാൻ പറ്റത്തില്ല. ഇവിടെ ഇത് രണ്ടും ഇല്ല. അതുപോലെ തന്നെ വിളക്കണയും പടയെഴുതിയ ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം വയ്ക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്ന മുമ്പേ ചെന്ന് കിടന്നു.
നമുക്കറിയാം പെട്ടകത്തിന് മുമ്പിൽ വിളക്ക് കെടാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇവിടെ അന്ന് ആ വിളക്ക് പോലും കെട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്ന സംഭവം ഇല്ലെന്ന്. എല്ലാ കാര്യങ്ങളും യാഗങ്ങളും മറ്റ് അനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്നു വെച്ച് നടന്നു പോകുന്നുണ്ട്. പക്ഷേ അവിടെ ദൈവ സാന്നിധ്യമില്ലായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പല സഭയുടെ വിഷയത അവിടെ ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട് ഇപ്പോഴും. സങ്കീർത്തനം വായനയുണ്ട്, ആരാധനയുണ്ട്, വചനധ്യാനമുണ്ട്, എല്ലാം ഉണ്ട്, പ്രസംഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദൈവ സാന്നിധ്യമില്ല. ദൈവ സാന്നിധ്യമില്ലെങ്കിൽ എന്താ? ദൈവശബ്ദമില്ല. ദൈവശബ്ദമില്ല, അവിടെ ദൈവത്തിന്റെ ദർശനമില്ല, വെളിപ്പാടുകളില്ല. എന്നാൽ ചടങ്ങുകളൊക്കെ അതുപോലെ. അവിടെ ഇവിടുത്തെ സ്ഥിതി അതാ, ദൈവത്തിന്റെ സാന്നിധ്യമില്ല അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ കാണാം, കർത്താവിട്ട് പോകുമ്പോൾ കാണുന്നു ശമൂവേൽ ദൈവം വന്ന് വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ശമൂവേൽ എന്താ ഓടിയെന്ന് ഏലിയോട് പറയും, എന്താ വിളിച്ചോന്ന് ചോദിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ശമൂവേലിനോട് ദൈവം വിളിക്കുമ്പോഴെല്ലാം ശമൂവേലിന് മനസ്സിലാകുന്നത്. പക്ഷെ ലാസ്റ്റ് ശമൂവേൽ പറഞ്ഞ് അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവമേ നീ പറഞ്ഞു, നീ പറയുന്നത് എന്തും കേൾക്കാൻ എന്നെ ഞാനത് സമർപ്പിക്കുന്നു. അടിയനെന്ന് വെച്ചാൽ എന്താ? ദാസൻ അല്ലെങ്കിൽ സമർപ്പിക്കുന്ന അല്ലെ അടിമ എന്ത് പറഞ്ഞാൽ അത് അതുപോലെ ചെയ്യാമെന്ന് നമ്മൾ കൊടുക്കുന്ന പ്രോമിസാണ് ദൈവത്തിനത്. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ ആ സംസാരിക്കുന്ന കാര്യം എന്താണെങ്കിലും ഞാനത് ചെയ്തേക്കാം എന്നൊരു സമർപ്പണം എന്റെ ഹൃദയത്തിൽ ഇല്ലാതെ ദൈവം നമ്മളോട് പറയത്തില്ല. അതുവരെ ദൈവം പറഞ്ഞില്ല, ശമൂവേലിനെ വിളിക്കുന്നതേ ഉള്ളൂ. നമ്മളെയൊക്കെ പലരും ഇന്നും ദൈവം വിളിച്ചോണ്ടിരിക്കുക എന്താന്നറിയാ? ഈ വാക്കങ്ങോട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ദൈവം പറഞ്ഞാൽ പറയുന്നത് പോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കാതെ ഒരിക്കലും ദൈവം നമ്മളോട് സംസാരിക്കത്തില്ല. അത് ചിലപ്പോൾ നമുക്ക് നഷ്ടം വരുന്നതായിരിക്കും, ചിലപ്പോൾ നമുക്ക് ചിലത് ഉപേക്ഷിക്കാനായിരിക്കും, ചിലതൊക്കെ നമ്മൾ ഇത്രയും നാൾ താലോചിച്ച് കൊണ്ടുവന്ന ചിലതിനെയൊക്കെ മാറ്റിക്കളയാനായിരിക്കും. അതൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് പലരോടും. പഠിച്ചോണ്ടിരിക്കുമ്പോൾ ദൈവവിളി കേട്ടതാണ്. അപ്പം വേലയ്ക്ക് ഇറങ്ങട്ടെ, വേണ്ട. ജോലി കിട്ടിയപ്പോ ഇറങ്ങട്ടെ, വേണ്ട. അവസാനം അവിടെ പോയി എല്ലാം പെണ്ണ് കെട്ടി എല്ലാം സെറ്റായി. PR ഒക്കെ കിട്ടി. ആ ഒരു വീടൊക്കെ വാങ്ങിച്ചെല്ലാം സെറ്റ് ചെയ്തപ്പോ പറഞ്ഞു, നീ ഇതെല്ലാം വിട്ടിട്ട് ഇറങ്ങിക്കോ, നാട്ടിലേക്ക് പൊക്കോ, എന്റെ വേല ചെയ്തോ എന്നൊക്കെ പറയുമ്പോ അത് വിട്ടിറങ്ങാനുള്ള മനസ്സ് കാണിക്കുമോ എന്നുള്ള ദൈവം ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ എന്തുകൊണ്ട് ആ സമയത്ത് ദൈവം പറയുന്നത് വെച്ചാൽ അപ്പൊ ദൈവത്തിനൊരു കാര്യം അറിയണം. എന്നെ കാട്ടി ഇപ്പൊ നിന്റെ PR ആണോ, നിന്റെ ജോലിയാണോ, നിന്റെ ഭവനമാണോ, നിന്റെ കുടുംബമാണോ നീ സ്നേഹിക്കുന്നത്? അത് എന്റെ ശബ്ദം കേട്ട പണ്ട് നീ ഇറങ്ങട്ടെ കർത്താവ്, ഇറങ്ങട്ടെ, ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചിരുന്നത് ഇന്ന് നീ അതിപ്പോ ഞാൻ പറഞ്ഞു ഈസി ആയിട്ട് നിനക്ക് ഇറങ്ങാൻ പറ്റും, ഇതിനെക്കാട്ടേക്ക് ഉപരിയെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പത്രോസിനോട് നല്ല പെരുത്ത മീൻകൂട്ടൊക്കെ കൊടുത്തിട്ട് വെച്ച് ഇതിനെക്കാട്ടി ഉപരിയെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായി പലതും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് തടസ്സമാകരുത്. ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പലപ്പോഴും പലതും നമുക്ക് തടസ്സമായിരിക്കും. ഇവിടെ ഇതാണ് ഇവിടെ നമ്മുടെ ശമൂവേൽ ബാലന്റെ ഒരു സമർപ്പണം. അടിയൻ ഇതാ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അരുളി ചെയ്യണം, അടിയൻ കേൾക്കുന്നു. അപ്പൊ നീ അരുളി ചെയ്യുന്ന എന്താണെങ്കിലും ഞാൻ അതുപോലെ ചെയ്യാമെന്നുള്ളതാണ്. കേൾക്കുന്ന അതുപോലെ ചെയ്യാമെന്നൊരു സമർപ്പണം വന്നപ്പോഴാണ് ദൈവം ആദ്യമായി സംസാരിച്ചു തുടങ്ങുന്നത്. അതൊരു പേര് വിളിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് സറാമ്മ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീര എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരും പേര് ദൈവം വിളിക്കുന്നുണ്ട്. പക്ഷേ വിളിക്കല് മാത്രം നടക്കുക, അരുളി ചെയ്യൽ എന്തുകൊണ്ട് വരാത്തെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനു വേണ്ടി ഒരുക്കപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവം പറയുന്നത് ചില നമ്മുടെ ഒരു സ്വഭാവം എടുത്ത് മാറ്റാനായിരിക്കും. പക്ഷെ നമുക്ക് ഇന്നും ജയിക്കാൻ കഴിയാത്ത ചില മേഖല നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയും. ഇന്നും നമുക്ക് ജയിക്കാൻ കഴിയാത്ത ചില മേഖലയുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്യാരക്ടറിൽ നമുക്ക് ജയിക്കാൻ കഴിയാത്ത ചില സ്വഭാവങ്ങൾ ഇന്നും നമ്മളെ പിന്തുടരുന്നെങ്കിൽ ചിലതൊക്കെ ദൈവം പെൻഡിങ് വെക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന ദൈവം അടുത്തത് പറയും നമ്മളോട്. അവിടെയൊക്കെ നമുക്കത് ഉപേക്ഷിക്കാൻ ഇന്നും പറ്റിയിട്ടില്ല. ഞാൻ എന്റെ കാര്യം ഉൾപ്പെടെ ഞാൻ പറയുന്നത് ചിലതൊക്കെ ചില സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയതായിരിക്കും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ വന്നു ചേർന്നതായിരിക്കും. ഇതൊക്കെ എടുത്ത് കളയട്ട് അരുളി ചെയ്താൽ അടിയൻ കേൾക്കാം എന്ന് പറയുന്ന രീതിയിലൊക്കെ നമ്മൾ ഇന്നും എത്തിയിട്ടില്ല. ഇന്ന് ദൈവത്തിന്റെ വരുമ്പോൾ നമ്മളോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നില്ല, നമ്മളത് അനുസരിക്കുന്നില്ല, നമ്മളത് ഏറ്റെടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് അതുപോലൊരു സമർപ്പണം നമ്മളിൽ നിന്ന് വരുന്നില്ല.
അടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ നമ്മുടേതായ ഇഷ്ടങ്ങൾ ഒന്നുമില്ല. നമ്മളെപ്പോഴും പറയും അവൻ യാഗമായിട്ട് ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ട ഒരു യാഗവസ്തുവിന് യാഗവസ്തുവിന് അവകാശം നമുക്കല്ല, പിന്നെ സമർപ്പിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. അപ്പൊ എന്ത് പറഞ്ഞാലും ചെയ്യാൻ തക്കവണ് ആമേ സമർപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ. അമ്മയിൽ ഞാൻ പറയാം, നമ്മൾ കർത്താവെ എന്ന് നമ്മൾ കർത്താവിനെ വിളിച്ച് കർത്താവ് രക്ഷിതാവ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ കർത്താവിന്റെ അർത്ഥം യു ആർ മൈ ലോർഡ്, ലോഡ്ഷിപ്പ് ഞാൻ അങ്ങേക്ക് തരികയാണ്. എന്റെ സകല അവകാശവും എന്റെ സകല ഉത്തരവാദിത്വം, സകല നിയന്ത്രണവും ആമേൻ, എന്റെ കർത്തൃത്വം മുഴുവൻ ഞാൻ കർത്താവിന് തരുന്നു സമർപ്പിക്കുക. പക്ഷെ നമ്മൾ കർത്തൃത്വം മുഴുവൻ കർത്താവിന് കൊടുക്കുന്നു പറയും, പക്ഷെ നമ്മുടെ കർത്തൃത്വം ഇപ്പോഴും നമ്മുടെ കയ്യിലാണ് പലപ്പോഴും ഇരിക്കുന്നത്. ഇത് മാറിയാലേ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടു തുടങ്ങത്തുള്ളൂ. അന്ന് തുടങ്ങി ദൈവം ശമൂവേലിനോട് സംസാരിച്ചു തുടങ്ങി. ശമൂവേൽ അതുപോലെ അനുസരിച്ചു. നമുക്കറിയാം ശമൂവേലിനെ കുറിച്ച് അങ്ങോട്ട് വന്ന് മുമ്പോട്ട് വരുന്നത്. ഇവിടെ ആദ്യം അരുളിച്ചത് ഏലി പുരോഹിതനെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച് വിഷയങ്ങൾ. അതെല്ലാം ദൈവം ഒരു പുരോഹിതനെ വിട്ട് പറയിപ്പിച്ചു. പക്ഷെ എന്നിട്ടും അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക്കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിൽ എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തന്നു കഴിഞ്ഞാൽ അവർ ദൈവത്തിന്റെ വഴി വിട്ട് നടക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അവൻ ജീവിക്കാനുള്ള മാർഗം കൊടുക്കുക മാത്രമല്ല, അവരെ പഠിപ്പിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ട സമ്പത്ത് കൊടുക്കുക, അവരെ ശാസിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു അധികാരം കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും മാതാപിതാക്കന്മാർ ചെയ്യാത്ത കാര്യം, കുഞ്ഞുങ്ങൾക്ക് വേദനയാവോ, അവരുടെ ഇഷ്ടമല്ലേ അല്ലെ അവരുടെ സന്തോഷമല്ലേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വഴി വിട്ട് നടക്കുമ്പോൾ അതിനെ വിഴുങ്ങിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു അവസ്ഥ. ഇത് ചെയ്യരുത്. എന്താന്ന് പറയുക, ഈ കുഞ്ഞുങ്ങളെ നമുക്ക് കുറച്ചു കാലത്തേക്ക് അവരെ നോക്കി വളർത്തി ദൈവത്തിന് ഇഷ്ടപ്രകാരം നടത്താൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ഇതിന്റെ അധികാരി ആരെന്ന് വെച്ചാൽ ദൈവമോ നമ്മുടെ മക്കളുടെ അധികാരി. ഈ അധികാരിയാണ് നാളെ ചോദിക്കും നമ്മളോട്, നിന്റെ കയ്യിലേക്ക് തന്നിട്ട് നീ എന്താ മര്യാദയ്ക്ക് നടത്താഞ്ഞെന്ന് ചോദിക്കും. നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാ. നമ്മുടെയൊക്കെ ചിന്ത മക്കള് നമ്മുടെയാ, ദൈവത്തിന് അധികാരമില്ലെന്ന്. പക്ഷെ അല്ല, നേരെ തിരിച്ചാ. ദൈവം കുറച്ചു കാലത്തേക്ക് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും. അവരത്തിനകത്ത് തെറ്റ് കണ്ടാൽ അവരെ ശാസിക്കാനും ശിക്ഷിക്കാനും നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. തൽസമയത്ത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ നമ്മൾ തന്നെ ഇവിടെ കിടന്നിട്ട് അനുഭവിക്കും. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് പല മാതാപിതാക്കന്മാരെ കണ്ണുനീരോടെ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമുക്കറിയാം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഓരോ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിൽ അവരെ ശാസിക്കുന്നിടത്ത് ശാസിക്കാതെ നടത്തുന്നത് കൊണ്ട് തന്നെയാണ് അത് ഭവിക്കുന്നത്. ഇവിടെ പറയുന്നത് പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ട്. ഇവിടെ ദൈവദൂഷണം പറയുന്ന അകൃത്യമാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വചനം വിട്ട് നടക്കുന്നത്, ദൈവത്തിന്റെ കൃപയിൽ നിന്ന് മാറിപ്പോകുന്നത്, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ശാസിച്ച് അമർത്തണം. എന്നിട്ട് അറിഞ്ഞിട്ട് അവർ ശാസിച്ച് ഞാൻ അവന്റെ ഭവനത്തിൽ എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഓൾറെഡി ചെന്ന് പറഞ്ഞതാ, ആളെ വിട്ട് പറയിച്ചതാ. ഈ ശിക്ഷ അവന്റെ മേൽ വരുന്നിട്ട് ഏലിയുടെ ഭവനത്തിൽ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിലും ഒരു നാളും പരിഹാരം വരികയെന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തത്. അപ്പം ഇവിടെ യാഗത്താലും വഴിപാടിനാലും ഒരു നാളും അതിന് പരിഹാരം വരുത്തി ഞാൻ അരളി ചെയ്തിരിക്കും. പക്ഷെ ഇത് അരളി ചെയ്യുമ്പോഴും താഴോട്ട് ഇത് വന്നിട്ട് ഏലിയോട് പറയും, ഏലിയുടെ വാക്കുകളാ, ശമൂവേൽ സകലം അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. എന്നാറേ യഹോവയല്ലേ തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശമൂവേൽ പറഞ്ഞു. അപ്പൊ ഇവിടെ ഏലിയുടെ ഇത് കേൾക്കുമ്പോൾ റെസ്പോൺസ് ഭയങ്കര. അന്നേരം പുരോഹിതനെ വിട്ട് ഒരു ദൈവപുരുഷനെ വിട്ട് ഏലിയോട് പറയിച്ച് ഏലി ഒന്നും അതിന് പരിഹാരമായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. ഇവിടെ വീണ്ടും ശമൂവേലിനെ കൊണ്ട് പറഞ്ഞപ്പോഴും ഏലി പറയുന്ന കാര്യം യഹോവയുടെ ഇഷ്ടമല്ലോ, യഹോവയല്ല തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം നമ്മുടെ കുറ്റങ്ങൾ കാണുമ്പോൾ, കുറവുകൾ കാണുമ്പോൾ മറ്റുള്ളവരിലൂടെ നമ്മളോട് അത് അരുളിച്ചെന്ന് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനം തിരിയാൻ ദൈവം ഒരു അവസരം അവിടെയും തരുന്നുണ്ടെന്നുള്ളയാ. ഏലിക്ക് 2 പ്രാവശ്യം അവസരം ദൈവം കൊടുത്തു. ഒരു ദൈവപുരുഷനെ വിട്ട് പറയിച്ചു, ശമൂവേലിനോട് സംസാരിച്ച് ദൈവം പറയിച്ചു. അപ്പോഴും ആ ഏറ്റെടുക്കുന്ന മനോഭാവം എന്താ? ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോട്ടെ, ദൈവം അല്ലേ അല്ലിച്ചത്, അങ്ങനെ അങ്ങ് വന്നോട്ടെ, ശിക്ഷ എടുത്തോളാം. പക്ഷെ അങ്ങനെയല്ല. ഞാൻ പറയും, നമുക്ക് മരണത്തിന്റെ അവസാന ശ്വാസം നമ്മളിത് പോകുന്നത് വരെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ ഒരു കാര്യം ഏലിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നതേ ഇല്ല. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ പറയും, ദൈവത്തിന്റെ മനസ്സലിവ്.
ഹല്ലേലൂയ. ഏതെത്ര വലിയ പാപിയാന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, ദൈവത്തിന് മുമ്പിൽ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്താൽ ആമേൻ കരഞ്ഞ് നിലവിളിച്ച് നെടുമ്പാട് വീണ് ഹൃദയം കാണുന്ന ദൈവം ഹൃദയത്തിൽ നിന്ന് യഥാർത്ഥമായിട്ട് നീ നിന്റെ ഹൃദയത്തെ ഹല്ലേലൂയ പൂർണ്ണമായും ദൈവസന്നിധി ഹല്ലേലൂയ യഥാർത്ഥമായിട്ട് ഹല്ലേലൂയ അത് സത്യസന്ധമായിട്ട് നീ ചെയ്യുന്നതെങ്കിൽ ദൈവം ആ നിമിഷം നിന്നോട് ക്ഷമിക്കും. ഞാൻ ഒരിക്കൽ പറഞ്ഞു പിന്നെ ഒരു സഭയില് ഹാലേലിയ അമ്മ ഒരു മനുഷ്യൻ മരിച്ചു അയാളെ പറ്റി പാവിയ ജീവിതത്തിൽ വിശുദ്ധിയില്ലായിരുന്നു അയാളെ സഭയിൽ ഭയങ്കര വഴക്കാളിയായിരുന്നു അങ്ങനെയെല്ലാം നടന്നിട്ട് ആ മനുഷ്യൻ മരിച്ചു മരിക്കാനായിട്ട് കുറച്ച് ദിവസം രോഗക്കിടക്കയിൽ കിടന്നു. അദ്ദേഹം മരിച്ചപ്പോൾ സഭയിൽ ഭയങ്കര തർക്കമുണ്ടായി അവന് അയാളെ സഭയിലെ ശുശ്രൂഷകൾ കൊടുത്ത് അടക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പാസ്റ്റർ ആകപ്പാട് പെട്ട പോലെ പാപ്പ ശവം കൊണ്ട് മോർച്ചറി വെക്കാൻ പറഞ്ഞു. മോർച്ചറി വെച്ചിട്ട് മനുഷ്യൻ ആ ദൈവദാസൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ ദൈവം ഒരു വിഷം കാണിച്ചു കൊടുത്തു രാത്രി പ്രാച്ചു കിടന്ന് രാത്രിയപ്പം ഒരു വിഷൻ കാണിച്ചു കൊടുത്തു പറഞ്ഞു നീ ഒരു കാര്യം നോക്ക് അവന്റെ ശവത്തിന്റെ സൈഡിൽ അവൻ കിടന്നിടത്ത് രോഗക്കിടക്കിൽ അവന്റെ സൈഡിൽ ഒരു കർച്ചീഫ് കണ്ണിന്റെ അടുത്ത് ഒരു കർച്ചീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവന്റെ കണ്ണുനീര് വീണ് നനഞ്ഞു കുതിർന്നിരിക്കുകയാണ് ഹാലലിയ. അത് കാരണം വെച്ചാൽ അവനെ കിടക്കയിൽ കിടക്കുമ്പോൾ രോഗക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അവൻ ചെയ്ത ഓരോ പാപങ്ങൾ ഓർത്ത് അവൻ മാനസാന്തരപ്പെട്ട് എന്റെ മുമ്പിൽ അവൻ കരഞ്ഞ് ഹാലലിയ ആ കണ്ണുനീര് വീണ കർച്ചീഫ് അവന്റെ പാപങ്ങളെല്ലാം കൂടെ ഒരു ത്രാസിലെടുത്ത് വെച്ചിട്ട് ഹാലലിയ അവൻ വളരെ ഒരു ത്രാസ് നിറച്ച് മോള് വരെ ആ പാപങ്ങളുടെ കെട്ടുണ്ട് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ഈ കർച്ചീഫ് ഇപ്പുറത്തോട്ട് വെച്ചപ്പോൾ ഈ കർച്ചീഫിനായിരുന്നു ഭാരം കൂടുതൽ. അത് താഴേക്ക് വന്നു അപ്പൊ അവന്റെ ആ ഇത്രയും പാപങ്ങൾ ദൈവത്തിന് ക്ഷമിക്കാൻ വേണ്ടി അവന്റെ കണ്ണുനീര് മതി. ആ കണ്ണുനീരിൽ ഹാലേലിയ ആ പശ്ചാത്താപത്തിൽ ദൈവം അത് ക്ഷമിച്ചു ഹാലേലിയ. കാരണം നമ്മുടെ ദൈവം അങ്ങനെയാണെന്ന് ഹാലേലിയ എന്നിട്ട് ദൈവദാസൻ പിറ്റേ ദിവസം മറ്റു ദൈവം ഇതുപോലെ ദർശനം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ സഭയുടെ ശുശ്രൂഷയും കൊടുത്തു തന്നെ അതിനെ അടക്കി ഹാലേലിയ. കാരണം വെച്ചാൽ ദൈവത്തിന് മുമ്പിൽ അങ്ങനെയാ. പക്ഷെ ഇവിടെ ഇവർക്ക് ആ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെ ചാൻസ് ഹാലേലിയ ഏറ്റെടുക്കുന്ന പോലും ഇല്ല അതിനെ ഹാലേലിയ ഒന്ന് കരയാൻ പോലും അല്ലെങ്കിൽ ഇത് ഏറ്റു പറയാൻ പോലും അല്ലെ കുഞ്ഞുങ്ങളൊന്നും കൂടെ ഉപദേശിച്ച് അല്ലെങ്കിൽ ഇന്നതുപോലെ വരും നിങ്ങളൊന്ന് ദൈവസന്നിധി താഴ്ത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെ അനുസരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഹാലേലുയ. ദൈവത്തിന് ഹാലേലിയ ദൈവത്തിന്റെ കോപം എത്ര വലുതാണെങ്കിലും ദൈവം പറയുന്നുണ്ട് നമ്മള് മുമ്പോട്ട് പോകുമ്പോഴൊക്കെ ദൈവം പറയുന്നത് അവർ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ദൈവം അവരോട് ക്ഷമിക്കും. നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ജീവിതത്തിലുള്ള ദുർമാർഗങ്ങൾ നമ്മൾ തന്നെ തിരിച്ചറിയണം. നമ്മളത് വിട്ട് ദൈവസന്നിധിയിലേക്ക് നോക്കണം അങ്ങനെയുള്ളവർക്ക് ദൈവം ക്ഷമ കൊടുക്കും ഇവിടെയൊക്കെ നമുക്ക് പിന്നീട് താഴോട്ടൊക്കെ വരുമ്പോഴത്തേന് ശമൂവേലിനെ കുറിച്ച് പിന്നെ പറഞ്ഞു ശമൂവേലിന്റെ ക്യാരക്ടറിനെ കുറിച്ചും ശമൂൽ. എന്നിട്ട് നമുക്കറിയാം അടുത്ത അധ്യായത്തിൽ ഏലി പുരോഹിതനും 2 മക്കൾ യുദ്ധത്തിന് പോയിട്ട് പട്ടുപോയി അവിടെ മരിച്ചു പോകുന്നു. അതേ ദിവസം തന്നെ വീണ് കഴുത്തൊടിഞ്ഞ് ഏലി പുരോഹിതനും മരിച്ചു പോകുന്നു. ഇവിടെ പറയുന്നത് അവളുടെ എന്നാൽ ഹീനഹാസിന്റെ ഭാര്യ പ്രസവമെടുത്ത് ഗർഭിണിയായിരുന്നു. അവൾ പ്രസവിച്ചു. അവൾ ദൈവത്തിന്റെ മഹത്വം പെട്ടകം പിടിപ്പെട്ടു പോയി. അപ്പൊ പെട്ടകം പിടിപ്പെട്ടു പോയി എന്ന് കേൾക്കുമ്പോൾ അവൾ ഒരു മഹത്വം ഇസ്രായേലിന് പോയി എന്ന് പറഞ്ഞ് അവൾ പ്രസവിക്കുന്ന കുഞ്ഞിന് ഹാലേലൂയ എന്ന് പറഞ്ഞ് എന്താ പറയാ ഈ ഈഹാബോധ് എന്ന് പേരിടുന്നു എന്നിട്ട് പിന്നീട് മുൻപോട്ടൊക്കെ നമ്മൾ ഈ ശമൂവേലിന്റെ പുസ്തകവും രാജാക്കന്മാരുടെ സിനിമ ഇതൊക്കെ വായിക്കാൻ പറയാ പിന്നീട് പോയിട്ട് അതിൽ പറഞ്ഞ് അരളി ചെയ്ത പോലെ പുരോഹിതനായിട്ട് നിർത്തുന്നത് അപ്പം വേണം അതൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് അപേക്ഷിക്കേണ്ട ഗതി എന്താ വെച്ചാൽ ദൈവം പറഞ്ഞതുപോലെ അതേപോലെ അരുളപ്പാടുകൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ അരുളപ്പാട് ഏലിയുടെ മക്കളെക്കാട്ടി പുതിയ ഏലിയോടെ അത് അറിയിക്കുന്നത്. ഏലിക്ക് ദൈവത്തെ അറിയാം. ദൈവത്തെ അടുത്തറിഞ്ഞ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ഏലി. ദൈവത്തിന്റെ ഹൃദയം അടുത്തറിയായിരുന്നു എന്താ നമ്മൾ കാണാം യോനയോട് പറയുന്നത് നീ പോ തർശീസിലേക്ക് പോ അവരോട് പറ. അപ്പൊ യോനറെ വെറുതെ എന്നാണ് പറഞ്ഞുകൊണ്ട് കാര്യം എനിക്കറിയാം അവിടെ ചെല്ലും ഞാൻ പറയും അവര് മാനസാന്തരപ്പെടും അവര് ദൈവസന്നിധി ഇരിക്കും അപ്പൊ ദൈവം ക്ഷമിക്കും. ഇതാ ദൈവത്തിന്റെ ക്യാരക്ടർ യോന തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേല് ഇവിടെ ഏലിക്ക് അത് തിരിച്ചറിവുണ്ടായില്ല. ഏലിയുടെ കാഴ്ച മങ്ങിപ്പോയിരുന്നു പുറമേയുള്ള കാഴ്ചയല്ല മങ്ങിപ്പോയത് അകമേയുള്ള കാഴ്ച കൂടി മങ്ങിപ്പോയെന്ന് എനിക്ക്. കാരണം അതുകൊണ്ടാണ് ഈ അരുളപ്പാട് 2 പ്രാവശ്യം വന്നിട്ടും അത് എന്തിനാ ദൈവം പറയുന്നത് തിരിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചില കുറവുകൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അത് പറയുന്നത് നമുക്ക് എപ്പോഴും അത് വിട്ടുതിരിഞ്ഞ് ദൈവസ്ഥലത്തിൽ അടുക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും നമ്മുടെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ കേൾക്കുന്ന ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്നു. ദൈവത്തെ മാനിക്കാന്ന് വെച്ചാ ഞാൻ പറഞ്ഞ കണക്ക്
ദൈവത്തിന്റെ സന്നിധിയിൽ പോയി ഭയങ്കര പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ആമേൻ കൊടുക്കുക എന്നുള്ളതല്ല. ദൈവം എപ്പോഴും പറയുന്ന ഹല്ലേലൂയ ആമേൻ. മത്തായിയുടെ സുവിശേഷത്തിൽ ഒക്കെ എടുത്ത് വായിച്ച നമ്മൾ പലപ്പോഴും ഒരുപാട് സ്കിറ്റ് നമ്മൾ കണ്ടിട്ടുള്ളതാ. ഒരു പിച്ചക്കാരൻ വന്നു കഴിയുമ്പോൾ അവന് നേരത്തെ ഭക്ഷണം കൊടുക്കുക, ദൈവം പറയും അത് നിങ്ങൾ എനിക്ക് തന്നെയാണ് നൽകിയത്. ആവശ്യത അനുഭവിക്കുക, കഷ്ടത അനുഭവിക്കുക, ബുദ്ധിമുട്ട് അനുഭവിക്കുക, ഓരോരുത്തരെയും നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും തന്നേക്കാൾ മറ്റുള്ള ശ്രേഷ്ഠനെ നെണ്ണിയൊക്കെ ചെയ്യുന്ന ക്യാരക്ടർ നമ്മളിലേക്ക് വരുമ്പോഴൊക്കെ അതൊക്കെ ദൈവത്തെ ബഹുമാനിക്കുന്നതും തുല്യമാണ്. ചില ആൾക്കാർക്ക് ചിലർക്കാർക്ക് ഒരു പുച്ഛമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ആമേൻ സ്തോത്രം. നമ്മളെ എന്താ പറയാ, അവരെന്തോ ഭയങ്കര ശ്രേഷ്ഠരാണ്, ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കുറഞ്ഞവരാണെന്ന ചിന്തയൊക്കെ. പക്ഷെ ദൈവത്തിന് അങ്ങനെ പക്ഷാഭേദം ഒന്നുമില്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. ഹല്ലേലൂയ. എല്ലാ മക്കളും ദൈവത്തിന് ഒരുപോലെ തന്നെയാണ്. അവർക്ക് നൽകപ്പെട്ട കൃപാവരങ്ങളിലോ ശുശ്രൂഷകളിലോ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ മക്കളെന്ന അധികാരത്തിൽ നിൽക്കും. സർവ്വസ്വം നമുക്ക് 4 മക്കളുണ്ടെങ്കിൽ, സർവ്വസ്വം 3 മക്കളുണ്ടെങ്കിൽ 3 മക്കളും ഒരുപോലെ അല്ലേ? മക്കളെന്ന രീതിയിൽ 3 പേരും ഒരുപോലെ. പക്ഷെ അവരുടെ ആമേൻ അവരുടെ ക്യാരക്ടറിലോ അവരുടെ അവരുടെ പദവിയിലോ ഒക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കും. പക്ഷെ മക്കളെന്ന സ്നേഹത്തിൽ നിൽക്കുമ്പോൾ 3 ഒരേ അളവിലായിരിക്കും അവരെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. ചില ആൾക്കാർ പെൺകൊച്ചുങ്ങളോട് അധികം സ്നേഹം കാണിക്കത്തില്ല, ആൺകൊച്ചുങ്ങൾ എന്നാലും പക്ഷെ അവരുടെ യഥാർത്ഥമായി നമ്മൾ സ്നേഹം അറിയണേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസുഖമോ ഒരു അസ്വസ്ഥ ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ വരുന്നത് കേൾക്കുമ്പോൾ ഹൃദയം പിടിക്കാണ്. എന്താ, എല്ലാ മക്കളും ഒരുപോലെയാണ്. ദൈവത്തെ അതുപോലെ എല്ലാ മക്കളും ഒരുപോലെയാണ്. പക്ഷെ ദൈവത്തെ ഞാൻ നേരത്തെ ഒരു വർഷം നമ്മൾ കഴിഞ്ഞ രണ്ടു ആഴ്ചക്കുമ്പോ ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് എന്നതാണ് നോക്കുന്നത്. അതുപോലെ ഇവിടെ പറയുന്ന ദൈവത്തെ മാനിക്കുന്നത്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ മാനിക്കുക, നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ മാനിക്കുക. പ്രവൃത്തിയിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലും ദൈവത്തിന് കൊടുക്കുന്ന മാന്യത. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിന് കൊടുക്കുന്ന മാന്യത നമ്മൾ കൊടുക്കുക. ദൈവത്തെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുന്ന ദൈവം പറഞ്ഞേക്കുന്ന എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവനെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏലി പുരോഹിതന്റെ പുസ്തകത്തിൽ നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ ഈ ശമൂവേലിന്റെ പുസ്തകമൊക്കെ ചിന്തിച്ചിട്ടുള്ള ഭാഗം. പക്ഷെ വീണ്ടും ദൈവം തന്നെ ഞാൻ ഇനി മുൻപോട്ടുണ്ട് 10 അധ്യായം വായിച്ചപ്പോൾ കുറേ ഭാഗങ്ങൾ ഞാനിങ്ങനെ മലയാളപ്പെടുത്തി. പക്ഷെ അതെല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് ആൾക്കാർക്ക് ഇതാവും. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു പോകുന്നതിനെ കുറിച്ചും ഫെലിസ്ത്യർ എടുത്തുകൊണ്ട് പോകുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ ഈ മഹാദൈവത്തിന് മുമ്പ് നിൽക്കാൻ ആർക്ക് കഴിയും? കാരണം നമ്മുടെ ദൈവം അതാണ്. ആ മഹാദൈവത്തെ ആ മഹാദൈവമായി തന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ് വേണം നമ്മുടെ ഓരോ പ്രവൃത്തി മുൻപോട്ട് കൊണ്ട് ഓരോ ദിവസവും നമ്മൾ ശോധന ചെയ്യണം. നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തോട് പറയാടിയൻ ഇതാ ദൈവമേ നീ അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്, ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്നുള്ളൊരു വാക്ക് നമ്മളിത് പുറപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിച്ചു തുടങ്ങും. കാരണം ദൈവം ഹൃദയത്തിലെ രഹസ്യങ്ങൾ ആർക്കെ വെളിപ്പെടുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന വെളിപ്പെടുത്തും. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹം വേണം നമുക്ക്. അതിനുവേണ്ടി സമർപ്പണം ഉണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ഞാനത് ചെയ്യാമെന്നൊരു ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് നിരന്തരമായിട്ട് വല്ലപ്പോഴുമല്ല എപ്പോഴും ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്വപ്നങ്ങളൊക്കെ പറയാനായിട്ട് മനുഷ്യരോട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളോടൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോഴും പറയത്തില്ല, നമുക്കത് ഹൃദയത്തിൽ ചില ഡ്രീംസ് ഒക്കെ വരുമ്പോൾ ചില നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴൊക്കെ നമുക്ക് ഓരോന്നെ കുറിച്ചും വലിയ സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുന്ന ആൾക്കാർ. നമുക്കെന്ന് വെച്ചാൽ ഇമാജിനേഷൻ, സ്വപ്നം എന്ന് വെച്ചാൽ കടന്നുറങ്ങുമ്പോഴല്ല ഇമാജിനേഷൻ. എനിക്ക് അങ്ങനെയാണ്, എനിക്കിങ്ങനെ. ഇതൊക്കെ ആരോട് നമ്മൾ ഷെയർ വെച്ചാൽ നമ്മളുടെ ഏറ്റവും അടുത്തിരിക്കുന്നവരോട്, നമ്മളുടെ ഏറ്റവും അവൈലബിൾ ആയിരിക്കുന്നവരോട്, നമ്മളിത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നവരോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യും അല്ലേ? അത് ശരി. അതുപോലെ ദൈവത്തിന് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കണം, അത് എവിടെ എന്തായിരിക്കണം, ഞാൻ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്നോട് ഒരിക്കലും പറഞ്ഞതാണ്, നമ്മളോട് പറഞ്ഞ ദൈവത്തിന്റെ വേലയെ കുറിച്ച് വളരെ വളരെ ദൈവത്തിന് വലിയ അതൊരു ഡ്രീമാണ്, അതൊരു പ്രോജക്റ്റ്. ഇത് നമ്മളോട് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് അത് കേട്ടാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങും, അല്ലെങ്കിൽ അതിനു വേണ്ടി സമർപ്പിക്കും. അതിനു വേണ്ടി അടിയൻ ഇതാ അരളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം എന്നൊരു വാക്ക് നമ്മൾ പുറപ്പെട്ടാൽ ദൈവം നമ്മളോട് സംസാരിച്ചു തുടങ്ങും.
നിരന്തരമായി സംസാരിച്ചു തുടങ്ങും. അല്ല, ദൈവശബ്ദം കേട്ട് നമ്മൾ ആ സാന്നിധ്യത്തിൽ ഹാലേലിയ വിളക്കടഞ്ഞ് വല്ലപ്പോഴും വിളക്ക് തെളിയിച്ചിട്ട് ഹാലേറ്റ് കാര്യങ്ങൾ ചോദിക്കുന്നവരായിട്ടില്ല. നിരന്തരമായ വിളക്ക് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കട്ടെ നമ്മൾ ഹാലേലിയ. അങ്ങനെ അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഹാലേലിയ പുരോഹിതന്റെ ജീവിതം ഹാലേലിയ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഹാലേലിയ ഒരു പാഠമാകണം. ഹാലേലിയ വാഗ്ദത്തം തന്നവനെ തിരിച്ചെടുക്കാൻ അധികാരം കൂടിയുണ്ട് ഹാലേലിയ. അതുകൊണ്ട് നമ്മുടെ മേൽ വീണ ഒരു വാഗ്ദത്തം പോലും ഹാലേലിയ അത് എടുത്ത് മാറ്റി മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ ഇടയാകരുത്. ദൈവത്തിന്റെ പദ്ധതികളൊന്നും മാറിപ്പോത്തില്ല കേട്ടോ, പക്ഷെ വ്യക്തികൾ മാറും. ഹാലലൂയ. ആ വ്യക്തികൾ മാറാൻ നമ്മൾ കാരണമാകില്ല. നമ്മളുടെ മേൽ വന്നു വീണത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് നമ്മൾ കാരണമാകില്ല. നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം. ഹാലലൂയ. ദൈവസന്നിധി നമ്മൾ ഹാലലൂയ ദൈവം ഏൽപ്പിക്കുന്ന എന്ന് വിശ്വസ്ത ചെയ്യാമെന്ന് ഹാലലൂയ ദൈവസന്നിധി ഏറ്റു പറയുന്ന പോലെ നമ്മുടെ ഹൃദയം ദൈവത്തിന് പകർന്നു കൊടുത്തേക്ക്. ആ ഹൃദയത്തെ ദൈവത്തിന് അറിയാം ഇത് പറയുമ്പോഴത്തേന് ഹാലലൂയ പറയണോ വേണ്ട എന്നുള്ള കാര്യം. കാരണം നമ്മുടെ ഹൃദയം എന്താണെന്ന് അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ മുമ്പിൽ ഹാലലൂയ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ഹാലലൂയ. അതുകൊണ്ട് ദൈവത്തിനെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് മാനിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം. അവർ പോകുന്ന വഴി ശരിയല്ലെങ്കിൽ അതിനെ ശാസിച്ച് അമർത്താൻ നമുക്ക് ദൈവം ഹാലയെ തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കും. പറയട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.